കോൺഗ്രസ് സ്വഭാവമാണ് കാണിക്കുന്നതെന്നും പറഞ്ഞു. അതിന് പി വി അൻവർ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, അതെനിക്കിഷ്ടപ്പെട്ടു. പി വി അൻവർ EMSഉം കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ കോൺഗ്രസ് ആയിരുന്നില്ല പഴയ. അല്ല, ഈ കോൺഗ്രസ് ആയിരുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു വാദം മാത്രമാണ്. ആ കോൺഗ്രസ് ആണെന്നാണല്ലോ കോൺഗ്രസ്സുകാരെ അവകാശപ്പെടുന്നത്. അതെ, കമ്മ്യൂണിസ്റ്റുകാരും അത് പറയുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു ഒരു പുതിയ കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുക ഇല്ല, തുടർച്ച തന്നെയായിരുന്നു. A.O. ഹ്യൂം സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തുടർച്ചയിലാണ് VD സതീശനും VT ബലറാമും നിൽക്കുന്നതെന്നാണ് അവരുടെ അവകാശവാദം. ഇത് ഏകദേശം കമ്മ്യൂണിസ്റ്റുകാരും സമ്മതിച്ചതാണ്. ഇപ്പോൾ ഈ EMSൻ്റെ വാദം വന്നു കഴിയുമ്പോൾ അല്ല ആ കോൺഗ്രസ് അല്ല ഈ കോൺഗ്രസ് എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. പക്ഷേ സാധനം ഒന്ന് തന്നെയാണെന്ന് പണ്ടേ ഇവർ സമ്മതിച്ചതാണ്. അത് അൻവറിൻ്റെ ഒരു ക്ലാസ് മറുപടിയായിപ്പോയി. സത്യം, എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അന്നത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ആദ്യകാലത്ത് കോൺഗ്രസ് ആയിരുന്നു. അതിൽ ഞെട്ടാനൊന്നുമില്ല. ആ പോയിൻ്റ് പിണറായി വിജയൻ പറയരുതായിരുന്നു പത്രസമ്മേളനത്തിൽ. ഇങ്ങയുടെ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പറഞ്ഞാൽ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പിണറായി വിജയൻ്റെ അഡ്വൈസേഴ്സ് മനസ്സിലാക്കിയില്ല. അതിൽ പറ്റിപ്പോയ ഒരു പിഴയാണ്. ആ പോയിൻ്റ് പറയേണ്ട സഖാവേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിണറായി അത് പറയില്ല, ഈ അപകടം പറ്റുകയുമില്ല. ബട്ട് ഈ പറഞ്ഞത് അൻവറായതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻസ് ആരും എടുക്കുന്നില്ല. പിന്നെ EMS ഇപ്പോഴും കേരളത്തിലെ ബൗദ്ധിക മണ്ഡലത്തിലൊരു ദിവ്യനാണ്. EMSനെയും തന്നെയും താരതമ്യപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ EMSനെ അൻവറിനെയും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. താരതമ്യപ്പെടുത്താം. അക്കാലത്ത് ചെയ്യാവുന്ന ഏകദേശം അഴിമതികളൊക്കെ ചെയ്ത ആളാണ് EMS. ഒന്നാം EMS സർക്കാരും അതെ, രണ്ടാം EMS സർക്കാരും അതെ. ആന്ധ്ര അരി കുംഭകോണം ജസ്റ്റിസ് PT രാമൻ നായരെ കൊണ്ട് അന്വേഷിച്ചിട്ട് അതിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് അംഗീകരിക്കാതിരുന്ന ആൾ EMS ആണ്. അൻവർ കൊലപാതകയാണ്, കള്ളനാണ്, കാട്ടുകള്ളനാണെന്നൊക്കെ പറയും. EMSൻ്റെ പോലീസ് എത്ര പേരെ വെടിവെച്ചു വന്നു? അത്രയും വലിയ അക്രമമൊന്നും പിണറായി വിജയൻ പോലും ചെയ്തിട്ടില്ല. EMSൻ്റെ കാലത്ത് വെടികൊണ്ട് ചത്ത ആൾക്കാരെത്രയാണ്? ഏതെങ്കിലും ഒരു രാജ്യത്ത് തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളികളെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ അത് EMS ആണ്. ചന്ദനത്തോപ്പിൽ 2 തൊഴിലാളികളെ വെടിവെച്ച് കൊന്നാണ് EMSൻ്റെ ഉദ്ഘാടനം തന്നെ. അത് കഴിഞ്ഞ് വിമോചന സമരകാലത്ത് വേറെ വെടിവെപ്പ്, അങ്കമാലിയിലെ വേറെ വെടിവെപ്പ്, ഇതൊക്കെ ചെയ്ത ആളാണ് EMS. അതുകൊണ്ട് EMSഉം PV അൻവറും തമ്മിൽ താരതമ്യം ചെയ്യരുതെന്ന് പറയുന്നതിന് അർത്ഥമില്ല, താരതമ്യം ചെയ്യണം. ഈ അൻവർമാരെ ഉണ്ടാക്കാൻ കേരള രാഷ്ട്രീയത്തിൽ അൻവർമാർക്ക് ഒരു മാതൃക ആയിട്ട് പ്രവർത്തിച്ചത്, അവർക്കൊരു സാഹചര്യം ഒരുക്കിയത് EMS തന്നെയാണ് അല്ലേ? 1967 മുസ്ലിം ലീഗുമായിട്ട് ഒഫീഷ്യലി കൂട്ടുകൂടിയത് EMS ആണ്. 65 തെരഞ്ഞെടുപ്പിൽ അൺഒഫീഷ്യലി EMS മുസ്ലിം ലീഗിൻ്റെ സഹായം വാങ്ങിച്ച് ഞങ്ങളാണ് വലിയ പാർട്ടി, CPM ആണ് വലിയ പാർട്ടി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത് EMS ആണ്. CPI ചെറിയ പാർട്ടിയായിപ്പോയി. കേരളത്തിൽ മാത്രം, അതിന് പുറത്തെല്ലാം CPI ആണ് വലുത്. കേരളത്തിൽ ഇത് ചെറുതാവാൻ കാര്യം മുസ്ലിം ലീഗിൻ്റെ സഹായം EMS വാങ്ങി 67 കൂട്ടുമുന്നണി ഉണ്ടാക്കിയപ്പോൾ മുസ്ലിം ലീഗിനെ ഔദ്യോഗികമായിട്ട് കൂട്ടത്തിൽ കൂട്ടി. അപ്പോൾ അന്നത്തെ കാലത്ത് അന്നുണ്ടായിരുന്ന PV അൻവർമാരെ മുഴുവൻ സംരക്ഷിച്ചതും തലതൊട്ടപ്പനായിട്ടും പ്രവർത്തിച്ച EMS ആണ്. ആ EMS ദിവ്യനാണ്, PV അൻവറുമായിട്ട് താരതമ്യം ചെയ്യരുതെന്ന് പറയുന്നത് എന്ത് മര്യാദയാണ്? ഈ ബൗദ്ധികമായ അടിമത്വം ഉണ്ടല്ലോ, അതിന് നിന്നു കൊടുക്കരുത്. യു അണ്ടർസ്റ്റാൻഡ് EMS? ഹി വാസ് എ തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻ. ഇന്ന് കാണുന്ന പൊളിറ്റീഷ്യൻ എന്തെങ്കിലും ബലാത്സംഗ കേസിലോ ഇതിലോ പോയി പെടുന്നുണ്ടാകും. അത് പണ്ട് സ്കൂളായിരുന്നു രാഷ്ട്രീയം, ഇപ്പോൾ അത് കോളേജായി. അതുകൊണ്ട് സ്ത്രീ പീഡനമൊക്കെ ഉണ്ടാകുന്നു. സ്കൂളിൽ സ്ത്രീ പീഡനം ഉണ്ടാവില്ല, കൊച്ചു പിള്ളേരല്ലേ. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഏരിയ അന്ന് ജനറലി കുറച്ച് വേറൊരു തലത്തിലായിരുന്നു. അതുകൊണ്ട് അത്രയും സാധിക്കുന്ന അത്രയും ചെയ്തു. സ്വജനപക്ഷപാതം ഏറ്റവും കൂടുതൽ കാണിച്ച ആൾ EMS ആണ്. കൃഷ്ണസ്വാമി എന്ന് പറഞ്ഞ ഒരു അഡ്വൈസറെ, കൃഷി അഡ്വൈസർ, ആസ്ഥാനം എവിടെയാണ്? തമിഴ്നാട്ടിൽ, മദ്രാസ്. പുള്ളി വല്ലപ്പോഴും മദ്രാസിൽ നിന്ന് വരും. വന്നാൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ വിളിച്ചു വരുത്താനുള്ള അവകാശം അങ്ങേർക്കുണ്ട്. ഈ കൃഷ്ണസ്വാമിയെ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കേന്ദ്രം അങ്ങേരെ പിരിച്ചുവിട്ടു അഴിമതി കേസിൽ. അങ്ങനെ പിരിച്ചുവിടപ്പെട്ട ആൾ, പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ അവസാനം കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് പിരിച്ചുവിടരുത്, സൂപ്പർ ആനുവേഷൻ പെൻഷൻ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മുൻഷിയാണെന്ന് വളം ഇറക്കുമതി ചെയ്തതിലെ അഴിമതിയാണ്. ഇയാൾ സെക്രട്ടറി ആയിരുന്നു, IAS കാരൻ. ഒടുവിൽ പിരിഞ്ഞു പോകാൻ അനുവദിച്ചു.
അങ്ങനെ പോയ അഴിമതിക്കാരനെ പിടിച്ച് ഇവിടെ അഡ്വൈസറായിട്ട് വെച്ചതാണ് EMS. അന്ന് പ്രതിപക്ഷം ചോദ്യം ചെയ്തപ്പോൾ EMS വഴങ്ങിയില്ല. എനിക്ക് സൗകര്യമുള്ള ഇദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ടായിരുന്നതായിട്ട് അറിയാമോ? എനിക്കൊന്നും അറിയില്ല, ഉണ്ടെങ്കിൽ തന്നെ അതെന്നെ ബാധിക്കുന്നില്ല. ഇതൊക്കെ നിയമസഭാ രേഖകളിലുണ്ട്. ഈ മനുഷ്യൻ മഹാനാണെന്നും PV അൻവറുമായിട്ട് താരതമ്യം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാൽ ഞാനതിനെ അംഗീകരിക്കുന്നില്ല. EMSനെ നിങ്ങൾക്ക് PV അൻവറുമായിട്ട് താരതമ്യം ചെയ്യാം, പിണറായി വിജയനുമായിട്ടും താരതമ്യം ചെയ്യാം. രണ്ടും PV ആണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഉള്ള സംഗതിയൊന്നും വേണ്ട. അത് PV അൻവർ അടിച്ച ഒരു ഗോള് തന്നെയാണത്, ഒരു സംശയമില്ല. ആകെ കൂടെ പുള്ളി അടിക്കാൻ പറ്റിയ ഒരു ഗോൾ അതേ കയ്യിലുണ്ടായിരുന്നു, അതങ്ങ് എടുത്ത് അടിച്ചു. പുള്ളിയുടെ അഡ്വൈസേഴ്സ് ആരോ, എനിക്ക് തോന്നുന്നില്ല PV അൻവറിന് ഈ ചരിത്രം ഇത്രയ്ക്ക് സാമർഥ്യം ഇതൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 11 മുതൽ 12:45 വരെയാണ് പിണറായി വിജയൻ്റെ പത്രസമ്മേളനം. വൈകിട്ട് 5 മണിക്കാണ് അൻവറിൻ്റെ പത്രസമ്മേളനം. ഇപ്പോൾ ഈ 4-5 മണിക്കൂർ ഇതിനിടയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ. അതിനിടയ്ക്ക് PV അൻവറിനെ ആരെങ്കിലും അഡ്വൈസ് ചെയ്ത് കാണും, EMSനെ വെച്ച് അടിക്കുക എന്ന് പറഞ്ഞു കാണും. ഇതാണ് സംഭവം. ഇനി അതല്ല PV അൻവറിന് സ്വയം കിട്ടിയ അറിവാണെങ്കിലും അക്കാര്യത്തിൽ ഞാൻ അൻവറിനെ അഭിനന്ദിക്കുന്നു. ഒരു കുഴപ്പമില്ല, നല്ലൊരു തിരിച്ചു കൊട്ടാണ് പിണറായി കിട്ടുക, പാർട്ടിക്കിട്ട്.